സ്വർണ്ണപ്പാളി വിവാദം മുക്കാനാണ് സിനിമാ നടന്മാരുടെ വീടുകളിലെ ഇഡി റെയ്ഡ് എന്ന വിചിത്രവാദവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 2 സിനിമാക്കാരെ വലിച്ചിഴച്ചത് വിവാദം മുക്കാനാണോ എന്ന സംശയമുണ്ട് എന്നും കേന്ദ്ര സഹമന്ത്രിയായതിനാൽ ഇപ്പോൾ കൂടുതൽ പറയുന്നില്ല എന്നും സുരേഷ് ഗോപി. പ്രജാവിവാദവും സ്വർണ്ണ ചർച്ച മുക്കാനെന്നും എല്ലാം കുൽസിതമെന്നും സുരേഷ് ഗോപി. സ്വർണത്തിന്റെ വിഷയം മുക്കാൻ വേണ്ടിയാണോ സിനിമാ രംഗത്തേക്ക് 2 പേര് വീണ്ടും ത്രാസിൽ കയറ്റി അളക്കാൻ കേരള ജനതയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്? ഇതെല്ലാം ഈ സ്വർണ്ണ ചർച്ച മുക്കാൻ വേണ്ടിയാണ്. കുൽസിതമാണ്. ജനങ്ങളുടെ ജീവിതം വെച്ചാണ് കുൽസിതം. അജിത് ബാബു ചേരുന്നു വിവരങ്ങളുമായി. അജിത്ത്, മറ്റൊരു വിവാദ പരാമർശമാണ് കേന്ദ്ര സഹമന്ത്രി നടത്തിയിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു പരാമർശം കേന്ദ്ര സഹമന്ത്രി നടത്തുമ്പോൾ മറുപടി പറയേണ്ടി വരുമല്ലേ? ലക്ഷ്മി, ഇതിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന്, ഈ ദുൽഖർ ഉൾപ്പെടെയുള്ള ആളുകളുടെ വീടുകളിൽ ഉൾപ്പെടെ നടത്തിയ കേന്ദ്ര ഏജൻസികളുടെ പരിശോധനയിൽ കൃത്യമായും കേന്ദ്രമന്ത്രിക്ക് അതൃപ്തി ഉണ്ടെന്ന് പ്രകടമാക്കുന്നതാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവന. ഈ പരിശോധനകളിലെല്ലാം കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം ഉണ്ടായിരിക്കുന്നത്. 2 സിനിമാ താരങ്ങളുടെ വീട്ടിൽ പരിശോധന നടത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുൽസിതമാണെന്ന് ഉൾപ്പെടെ സുരേഷ് ഗോപി പറഞ്ഞു വെക്കുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. 2, ഈ സുരേഷ് ഗോപി പറയുന്നത് എന്താണെന്ന് ഇത് കേട്ടുന്നപ്പോൾ എനിക്ക് തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം പരിശോധന നടത്തിയത് കേന്ദ്ര ഏജൻസികളാണ്. നമുക്കറിയാം, കേന്ദ്ര ഏജൻസികളുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം വലിയ ചർച്ചയും ഉണ്ടായതാണ്. പക്ഷേ സ്വർണ്ണപ്പാളി വിവാദം എന്ന് പറയുന്നത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ അത് മുക്കാൻ വേണ്ടി എങ്ങനെയാണ് കേന്ദ്ര ഏജൻസികളുടെ പരിശോധന എന്ന ചോദ്യം അതവിടെ പ്രധാനമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ 2ാമത്തെ ഭാഗം അതെന്താണെന്ന് സുരേഷ് ഗോപിക്ക് മാത്രമേ വിശദീകരിക്കാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, താൻ കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല എന്ന് കൂടി സുരേഷ് ഗോപി പറഞ്ഞു വെക്കുകയാണ് ഇതിൻ്റെ ഒപ്പം.